നമസ്കാരം. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ജീവനൊടുക്കിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ കാമുകന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചു. കാമുകൻ മൃതദേഹത്തിൽ താലി ചാർത്തണമെന്നും അവന്റെ സ്വന്തം ഗ്രാമത്തിൽ വെച്ചു തന്നെ സംസ്കാരം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതിയുടെ ബന്ധുക്കൾ മൃതദേഹവുമായി എത്തിയത്. ഇതേ ചൊല്ലി ഇരുവിഭാഗവും തമ്മിൽ തർക്കവും നേരിയ തോതിൽ സംഘർഷവുമുണ്ടായെങ്കിലും ഒടുവിൽ കാമുകന്റെ നാട്ടിൽ തന്നെ സംസ്കാരം നടത്താൻ അനുവാദം ലഭിച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിന് പരിഹാരമായത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ കൊണ്ടരുഭാണ്ടു സ്വദേശിനിയായ കീർത്തി എന്ന യുവതിയുടെ സംസ്കാര ചടങ്ങുകളെ ചൊല്ലിയാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. മുംബൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്ന കീർത്തിയെ കഴിഞ്ഞ ജൂലൈ 14-നാണ് മുംബൈയിലെ PG ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന പ്രകാസം ജില്ലയിലെ പൊണ്ടൂരു സ്വദേശിയായ സായി സുമന്തുമായി യുവതി ദീർഘനാളായി പ്രണയത്തിലായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇരുവരും കഴിഞ്ഞ 8 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് യുവതിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. എന്നാൽ അടുത്തിടെ സായി സുമന്ത് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതും പ്രണയം തകർന്നതുമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഉയർന്നുവരുന്ന പരാതി. താൻ ജീവനൊടുക്കുകയാണെങ്കിൽ മൃതദേഹം കാമുകന്റെ നാട്ടിൽ വേണം സംസ്കരിക്കാൻ എന്ന് മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് കീർത്തി ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. യുവതിയുടെ ഈ അവസാന ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ബന്ധുക്കൾ ഈ മൃതദേഹവുമായി സുമന്തിന്റെ ഗ്രാമമായ പൊണ്ടൂരിലേക്ക് എത്തിയത്. സുമന്ത് എത്തി മൃതദേഹത്തിൽ താലി ചാർത്തണമെന്നും അവിടെ വെച്ച് സംസ്കാരം നടത്തണമെന്നായിരുന്നു ബന്ധുക്കളുടെ പ്രധാന ആവശ്യം. എന്നാൽ ഈ സമയം സുമന്ത് നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ അവൻ തിരികെ വരണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ ബന്ധുക്കൾ മൃതദേഹവുമായി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇത് ഇരു കൂട്ടരും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങൾക്കും നേരിയ തോതിലുള്ള സംഘർഷത്തിനും കാരണമായി മാറി. ഒടുവിൽ സ്ഥിതിഗതികൾ വഷളാകുമെന്ന് കണ്ടതോടെ പൊണ്ടൂരു ഗ്രാമത്തിൽ തന്നെ യുവതിയുടെ സംസ്കാരം നടത്താമെന്ന് സുമന്തിന്റെ ബന്ധുക്കൾ സമ്മതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കീർത്തിയുടെ മൃതദേഹം ആ ഗ്രാമത്തിൽ തന്നെ സംസ്കരിച്ച് ബന്ധുക്കൾ മടങ്ങി. യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ മുംബൈ പോലീസാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതെന്ന് ആന്ധ്ര പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് കീർത്തി വീട്ടുകാരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മകളുടെ ആഗ്രഹപ്രകാരം സുമന്തിന്റെ വീട്ടിൽ തന്നെ ഈ മൃതദേഹം അടക്കാൻ അവർ ഇറങ്ങിത്തിരിച്ചത്. ഒടുവിൽ തർക്കങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ സുമന്തിന്റെ വീട്ടുകാർ ഈ ആഗ്രഹം സാധ്യമാക്കി കൊടുത്തത്. അതേസമയം പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടക്കും.